Assalamualaikum dear friends and once again welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ മുട്ടയും ബ്രെഡും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്. ഇഫ്താറിന് മാത്രമല്ല ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മുട്ട നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിൻ്റെ തോടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. നമ്മുടെ കയ്യിലുള്ള നമുക്കിഷ്ടപ്പെടുന്ന ഏതൊരു വെജിറ്റബിളും നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയും ഒരു മീഡിയം സൈസ് ക്യാരറ്റും കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കവും അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയൊന്നും ഒരിക്കലും പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ എടുത്തു വെച്ച എല്ലാ വെജിറ്റബിൾസിൻ്റെയും കൂടെ ഞാനൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തു. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഇല്ലെങ്കിൽ ഇതുപോലൊന്ന് അരിഞ്ഞെടുത്താലും മതി. ഇനി നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 5-6 ബ്രെഡ് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കണം. ശേഷം ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ തന്നെ മുട്ട പുഴുങ്ങി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ട ഗ്രേറ്റ് ചെയ്തതും കൂടി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തു. ശേഷം നല്ലതുപോലെ കുഴച്ചെടുത്ത ശേഷം ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. കൂടാതെ മറ്റൊരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതുപോലെ ഷേപ്പ് ചെയ്തതും അതുപോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്തതും ബ്രെഡ് ക്രംസ് മല്ലിയില ഇട്ട് മിക്സ് ആക്കിയതും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയാണ്. ആവശ്യമുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ പീസുകളും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്നാക്കിയെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ പീസുകളും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. തീ എപ്പോഴും മീഡിയത്തിനും ലോയ്ക്കും മധ്യത്തായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒരിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അങ്ങനെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ബ്രെഡ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കളർ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇടണമെന്ന് പറയുന്നത്. ഒരെണ്ണം പോലും പൊട്ടിപ്പോകാതെ നല്ലതുപോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നും പിരിഞ്ഞു പോയിട്ടില്ല. വേണമെങ്കിൽ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ ശേഷം നമുക്ക് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാമായിരുന്നു. അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഇതൊന്നും പൊട്ടിപ്പോയിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്.
ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ പീസുകളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ്ഗും ബ്രെഡും കൊണ്ടുള്ള അടിപൊളി ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.